തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പിയുടെ ആദ്യ മേയറായി വി രാജേഷ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന ഔദ്യോഗികമായ പാർട്ടിയുടെ പ്രഖ്യാപനമാണ് ഉണ്ടായത്. ശ്രീമതി ശ്രീലേഖ മാഡം ശ്രീ വി രാജേഷിനെ സ്വീകരിക്കും. സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശ്രീലേഖ മാഡം അതുപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്രീമതി ആശാനാഥിനെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ സ്വീകരിക്കും. ശ്രീലേഖ മാഡത്തിന് ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി വി രാജേഷാണ് തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയർ. മേയർ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാം വട്ടമാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് വി രാജേഷ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മുടെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്ക് മധുരം നൽകുന്നതിനായി ബഹുമാനിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശ്രീലേഖ മാഡത്തിനെ ക്ഷണിക്കുന്നു. ആശയങ്ങൾ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ ആർ ശ്രീലേഖയും വി രാജേഷും. വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും ബി.ജെ.പി പ്രഖ്യാപിക്കുകയാണ്. രണ്ട് സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. ആർ ശ്രീലേഖയുടെ പേരിനായിരുന്നു സംസ്ഥാന നേതൃത്വം പ്രാമുഖ്യം നൽകിയിരുന്നത്. പക്ഷേ പിന്നീടുണ്ടായ സസ്പെൻസ് നിറഞ്ഞ ഇടപെടലുകൾ, തർക്കം, അതിന് തുടർച്ചയായി നടന്ന ചർച്ചകൾ, അതിന് പിന്നാലെയാണ് ഇപ്പോൾ വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായും ഡെപ്യൂട്ടി മേയറായി ആശാനാഥിനെയും ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് 2593 വോട്ട് നേടിയാണ് വി രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എൽ.ഡി.എഫിലെ വി സുകുമാരൻ നായർക്ക് 2078 വോട്ടിൻ്റെ വോട്ടാണ് ലഭിച്ചത്. 500-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി രാജേഷ് വീണ്ടും നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആശാനാഥ് ഇത് 3ാം തവണയാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കരിമം വാർഡിൽ നിന്നാണ് ആശാനാഥ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആശാനാഥ് GS 2600 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിന്ധു വിക്ക് 1519 വോട്ടാണ് ലഭിച്ചത്. 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആശാനാഥ് 3ാം തവണ തിരുവനന്തപുരം നഗരസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നീണ്ട ചർച്ചകൾക്കും സസ്പെൻസിനും ഒടുവിലാണ് ഇപ്പോൾ മേയർ ഡെപ്യൂട്ടി സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരത്ത് ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുന്നത്.